അസ്സലാമലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇന്ന് നമ്മളൊരു പുതിയ പാഠം എടുക്കുകയാണ്. ഈ പാഠത്തെക്കുറിച്ച് പറയുമ്പോൾ മൗലാന അബുൽ കലാം ആസാദ് നിങ്ങൾക്കറിയാവുന്ന ആളാണ്. ഡോക്ടർ അല്ലാമ ഇഖ്ബാലിനോട് കിടപിടിക്കുന്ന, അതായത് അദ്ദേഹത്തെ പോലെ തന്നെ എല്ലാവരും ഓർത്തു വെക്കുന്ന ഒരു പ്രശസ്തനായ സാഹിത്യകാരനാണ്. പേർഷ്യയിലും പിന്നെന്താ പറയുക, ഉറുദുവിലൊക്കെ ഒരുപാട് രചനകൾ നിർവഹിച്ചിട്ടുള്ളൊരു മഹാനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു പരിചയപ്പെടുത്തൽ നമുക്ക് ഈ പാഠത്തിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ തുടങ്ങാണ്. മൗലാന അബുൽ കലാം ആസാദ് കാ അസൽ നാം, മൗലാന അബുൽ കലാം ആസാദിൻ്റെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മുഹിയുദ്ദീൻ അഹമ്മദ് എന്നായിരുന്നു. അദ്ദേഹം 1888 അതായത് 1888 മക്കാമെ പൈദാ ഹുയെ, മക്കയിൽ വെച്ചാണ് അദ്ദേഹം ജനിച്ചത്. ഉൻകെ വാലിദ്, അദ്ദേഹത്തിൻ്റെ പിതാവ് അപ്നെ സമാനേക്കെ ആലിമേ ദീൻ, അതായത് അദ്ദേഹത്തിൻ്റെ കാലത്തിലെ ഒരു ദീനി പണ്ഡിതനും ഓർ മഷ്ഹൂർ വായിസ്തെ, ഒരു പ്രശസ്തനായ എന്തുമായിരുന്നു, പ്രഭാഷകനുമായിരുന്നു. മൗലാന ആസാദ് കി പർവേശ്, മൗലാന ആസാദ് കി അതായത് മൗലാന ആസാദ് അദ്ദേഹത്തിൻ്റെ പർവേശ് വളർച്ച, പരിപാലനം ഐസേ ഖാൻദാൻ മേ ഹുയി, ഇപ്രകാരമുള്ളൊരു കുടുംബത്തിലായി. ഏതാണോ ആ കുടുംബം, ഏതാണോ മദ്ഹബി മിസാജ് രക്താത്ത, അതായത് ഒരു മതകീയ ചുറ്റുപാട് വെച്ചിരുന്നതായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരിപാലനവും അദ്ദേഹത്തിൻ്റെ വളർച്ചയൊക്കെ ഉണ്ടായതെന്ന് പറയുന്നത്. ഉന്നെ അദ്ദേഹം ബച്പൻസെ, കുട്ടിക്കാലം തൊട്ട് തന്നെ മുത്താലേക്ക ഷൗക്ത, അദ്ദേഹത്തിന് വായനക്ക് വളരെ എന്തുണ്ടായിരുന്നു, പ്രിയമുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. മഗർ പക്ഷേ ഉൻകെ വാലിദ്, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവിന് ബാത്ത് പസന്ദ് നെഹിത്തി, ഈ കാര്യം വളരെ ഇഷ്ടമായിരുന്നില്ല. അതായത് ഇങ്ങനെ വായിക്കാന്നുള്ളത് ഏതാണോ കാരണം എന്തെന്നാൽ അദ്ദേഹം കോസ്കി കിതാബോക്കെ അലാവ, അതായത് മൗലാന ആസാദ് അദ്ദേഹം കോസ്കി കിതാബ് കെ അലാവ, അതായത് കോഴ്സ് താൻ ചെയ്യുന്ന കോഴ്സിൻ്റെ കിതാബ് കൂടാതെ ഉദർ കി കിതാബൻ, മറ്റു പല കിതാബുകളും പഠിക്കുകയും അതായത് വായിക്കുകയും ഓർ വക്ത് ഖറാബ് കരെ, എന്നിട്ട് സമയം നശിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയായിരിക്കും അദ്ദേഹത്തിൻ്റെ പിതാവിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കോഴ്സിന്, അതായത് പാഠ്യേതര വിഷയങ്ങൾ പഠിക്കുന്നതിന് അദ്ദേഹത്തിന് ഒരിഷ്ടമില്ലായിരുന്നു. പക്ഷേ പാഠ്യ വിഷയം പഠിക്കുന്നതിന് അദ്ദേഹത്തിന് താല്പര്യം എന്ന് പറഞ്ഞു. എന്നാലോ എങ്കിലും മൗലാന ആസാദ് കാ ഷൗക്ക്, മൗലാന ആസാദ് അദ്ദേഹത്തിൻ്റെ ഷൗക്ക്, ആ താല്പര്യം കിസി തരഹ് കം നഹി ഹുവ, ഒരു തരത്തിലും എന്തായില്ല, കുറഞ്ഞിട്ടില്ല. അദ്ദേഹം തൻ്റെ ഷൗക്ക്, ഈ താല്പര്യം ഇസ്തറ പൂരാ കർത്തെ, ഇപ്രകാരമാണ് അദ്ദേഹം പൂർത്തിയാക്കുന്നത്. എന്തെന്നാൽ അപ്നെ ജൈബെ ഖർസെ, തൻ്റെ പോക്കറ്റ് മണിയിൽ നിന്നും മൂംബത്തിയാൻ, മെഴുകുതിരികൾ ഖരീദ് കർലാത്തെ, വാങ്ങിക്കൊണ്ടുവരികയും ഓർ ജബ് ഗർഖെ തമാം ലോഗ് സോ ജാത്തേ തോ, വീട്ടിലെ എല്ലാവരും സോ ജാത്തേ തോ, ഉറങ്ങുമ്പോൾ മൂംബത്തി, താൻ വാങ്ങിയ ആ മെഴുകുതിരി ജലാക്കർ, കത്തിച്ചിട്ട് ലിഹാഫ് അന്തർ പഠിത്തെ, പുതപ്പിൻ്റെ ഉള്ളിൽ വെച്ച് വായിക്കുകയും ചെയ്തിരുന്നു. അത്രത്തോളം അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. ഈ സിൽസിലേമേ, ഇതിനെ തുടർന്ന് അദ്ദേഹം ഏക് മർത്തബ, ഒരിക്കൽ ലിഹാഫ് ബി ജലാദിയ, അദ്ദേഹത്തിൻ്റെ പുതപ്പ് പോലും കത്തിച്ചുപോയി, അതായത് കത്തിപ്പോയി എന്ന് പറയാം. അങ്ങനെയാണ് അദ്ദേഹം പഠിച്ചു വളർന്നത്. മൗലാന ആസാദ് കി അദബി ജിന്ദഗി, അതായത് മൗലാന ആസാദ് അദ്ദേഹത്തിൻ്റെ അദബി ജിന്ദഗി കാ ആഗാസ്, സാഹിത്യ ജീവിതത്തിൻ്റെ ആഗാസ്, തുടക്കം 11-12 സാൽ കി, അതായത് 11-12 വയസ്സ് തന്നെ, സാൽ കി ഉമർ സെ ഹുവ, 11-12 വയസ്സ് മുതൽ തന്നെ തുടങ്ങിയെന്ന് പറഞ്ഞു. അദ്ദേഹം 13 ബറസ് മേ ഫാരിസി കി താലീം മുക്കമ്മൽ കി, അദ്ദേഹം തൻ്റെ 13-ാം വയസ്സിൽ തന്നെ ഫാരിസി കി താലീം, അതായത് പേർഷ്യൻ ഭാഷയുടെ പഠനം മുക്കമ്മൽ കി, പൂർത്തിയാക്കി. ഉൻക ഹാഫിസ അദ്ദേഹത്തിൻ്റെ മനപ്പാട കഴിവ്, അതായത് മനപ്പാടമാക്കുന്നതിൻ്റെ കഴിവ്, ബലാക്ക അങ്ങേയറ്റം പെട്ടെന്നായിരുന്നു, അദ്ദേഹത്തിന് പെട്ടെന്ന് മനപ്പാടമാക്കാനുള്ളൊരു ശക്തി ഉണ്ടായിരുന്നു. ബലാക്ക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം, വളരെ കൂടുതലാണ് കേട്ടോ. അദ്ദേഹം പഹലെ ഷായിരി, ആദ്യമൊക്കെ ഷായിരി പറഞ്ഞാൽ കാവ്യരചനകളിലും ഓർ ബാദ്മേ, അതിനുശേഷം നസ്റിക്ക്, പിന്നെ കഥാ ലേഖനം അങ്ങനത്തേനൊക്കെ നസ്റിക്ക് ജാനിബ്, ഈ നസറിൻ്റെ ഭാഗത്തേക്ക് മുത്തവജ്ജ് ഹുയി.
ഹുയെ എന്ന് പറഞ്ഞാൽ അതായത് മുന്നിട്ടു, അത് നേരത്തേക്ക് മുന്നിട്ടു. മുത്തവജ്ജഹ് എന്നല്ല, മുത്തവജ്ജിഹ് ഹുയെ. അദ്ദേഹം കവിതയിൽ നിന്ന് അതിനുശേഷം എന്താ എഴുത്തിലേക്ക് അതായത് കഥകളും ലേഖനങ്ങളൊക്കെ എഴുതുന്നതിൻ്റെ ഭാഗത്തേക്ക് അദ്ദേഹം മുന്നിട്ടു. മൗലവി അബ്ദുൽ വാഹിദ് എന്ന് പറയുന്ന അദ്ദേഹം ഉൻകാ തഖല്ലുസ്, അദ്ദേഹത്തിൻ്റെ തൂലിക നാമമായ ആസാദ് എന്ന് രേഖ വെച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഉൻക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കേട്ടോ, അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക തഖല്ലുസായ ആസാദ് എന്ന്, അബുൽ കലാം ആസാദ് എന്നുള്ള പേര് വെച്ചത് ആരാണ്? അബ്ദുൽ വാഹിദ് എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. ഉസ്കെ ബാദ് അതിനുശേഷം അദ്ദേഹം മൗലാന അബുൽ കലാം ആസാദ് കെ നാം സെ, മൗലാന അബുൽ കലാം ആസാദ് കെ നാം സെ, ആ പേര് കൊണ്ട് ഷുഹറത്ത് മിലി, പ്രസിദ്ധി യാർജിച്ചു, അതായത് പ്രശസ്തി നേടിയെന്നർത്ഥം. മൗലാന അബുൽ കലാമിനെ അദ്ദേഹം 15 ബറസ് കി ഉമ്രമേ, അദ്ദേഹത്തിൻ്റെ 15-ാം വയസ്സിൽ തന്നെ ലിസാനുൽ സിദ്ദീഖ് ജയ്സെ, അതുപോലത്തെ ജരീദേ കി ഇദാറത്ത് കി, അതുപോലത്തെ പത്രത്തിൻ്റെ എന്താ പറയുക എഡിറ്റിംഗ് ചെയ്യുകയും ചെയ്തു. ഓർ 20 സാൽ കി ഉമർമേ, അദ്ദേഹത്തിൻ്റെ 20-ാം വയസ്സിൽ അഖ്ബാറുൽ ഹിലാൽ എന്ന് പറയുന്ന പത്രം, ന്യൂസ് പേപ്പറിൽ ഒരു എഡിറ്ററായി ഓർ ബഡാ നാം പയ, അതിനെ തുടർന്ന് അദ്ദേഹം വളരെ പ്രശസ്തി നേടി. ഉസ്കെ ബാദ് അതിനുശേഷം അൽ ബലാഗ് ജാരി കിയ, അൽ ബലാഗ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഇൻ ദോനോ അഖ്ബാറോൻ, ഈ 2 എന്താ പറയുക പത്രങ്ങളും ഹിന്ദുസ്ഥാൻ കെ മുസൽമാനോക്കോ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുള്ള ഖാബേ ഗഫ്ലത്ത് സെ, അവരുടെ അനാസ്ഥയിൽ നിന്നും അശ്രദ്ധയിൽ നിന്നും ബൈദാർ കർണേമേ, അതായത് ഉണർത്തുന്നതിൽ പ്രധാനമായ കിർദാർ അദാക്കിയ, വലിയൊരു മുഖ്യമായ പങ്ക് തന്നെ വഹിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ്സൊക്കെ കേൾക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ്. എല്ലാവരും ശരിക്കും പോലെ റിപ്പീറ്റ് ചെയ്ത് തന്നെ കേൾക്കുക, ഫുള്ള് കേൾക്കണം. അസ്സലാമു അലൈക്കും.